ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് DNA സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷൻ. DNA സ്റ്റാൻഡ്സ് ഫോർ deoxyribonucleic acid and DNA is found inside the nucleus and DNA carries genes. These genes are responsible for the transmission of character from parents to offspring. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. In 1953, James Watson and Francis Crick developed the structure of DNA. In 1962, they won Nobel Prize in Medicine for discovering the molecular structure of DNA. ഈ വർഷം ഒന്ന് ഓർമ്മിച്ചു, 1962 they won the Nobel Prize in Medicine. And DNA എന്ന് പറയുന്നത് it is a double-stranded structure. Each DNA molecule is comprised of two biopolymer strands coiling around each other to form a double helix structure. ഇതാണ് double helical structure എന്ന് പറയുന്നത്. Double helical structure. The two DNA strands are called polynucleotides as they are made up of simpler monomeric units called nucleotides. ഈ രണ്ട് strand are called polynucleotides and they are made up of simpler monomeric units called nucleotides. എന്താണ് nucleotides? Nucleotides എന്ന് പറയുന്നത് it comprises of sugar, nitrogenous bases and phosphate group. ഈ മൂന്നും ചേർന്നതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയോസൈഡ് എന്താണ്? ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഷുഗർ പ്ലസ് നൈട്രോജിനസ് ബേസ് മാത്രമേ ഉള്ളൂ. ഷുഗർ പ്ലസ് നൈട്രോജിനസ് ബേസ് ആണെങ്കിൽ അത് ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ഷുഗർ, നൈട്രോജിനസ് ബേസസ് ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ദേ ആർ കോൾഡ് ന്യൂക്ലിയോടൈഡ്സ്. ഇത് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഈച്ച് സ്ട്രാൻഡ് ഹാസ് 5' എൻഡ് വിത്ത് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് and 3' end with a hydroxyl group and the strands are anti-parallel. ഒരു സ്ട്രാൻഡിൽ തന്നെ എന്തുണ്ട്? ഒരു 3' end ഉണ്ട്, അതുപോലെ തന്നെ 5' end ഉണ്ട്. അപ്പോൾ മറ്റൊരു സ്ട്രാൻഡിലും 3' end 5' end ഉണ്ട്. but the strands are anti-parallel. The two strands are held together by hydrogen bond. രണ്ട് സ്ട്രാൻഡും എന്താണ്? they are held together by hydrogen bond. The deoxyribonucleic acid are linked by phosphodiester bond and sugar and nitrogenous bases are linked by glycosidic bond. ഷുഗറും നൈട്രോജിനസ് ബേസസ് ആണെങ്കിൽ ഏത് ബോണ്ടാണ്? ഗ്ലൈക്കോസൈഡിക് ബോണ്ടും. അതുപോലെ തന്നെ the deoxyribonucleic acids are linked by phosphodiester bond. ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ് ഏത്? ഈ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഗറും അതുപോലെ ബാക്ക് ബോൺ ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പം ഇത് അതേതാ? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ്. അപ്പോൾ ഷുഗറും നൈട്രോജനസ് ബേസസ് ആണെങ്കിൽ ദേ ആർ ലിങ്ക്ഡ് ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. പിന്നെ ദ നൈട്രോജനസ് ബേസസ് ഇൻക്ലൂഡ് പ്യൂറിൻസ് ആൻഡ് പിരമിഡൈൻസ്. ബേസസ് ഏതാണ്? പ്യൂറിൻസും പിരമിഡൈൻസും. പ്യൂറിൻസ് ആണ് അഡിനിൻ ആൻഡ് ഗ്വാനിൻ and pyrimidines are cytosine and thymine in DNA. RNA കേസിലാണെങ്കിൽ thymine പകരം യുറാസിൽ വരും. And the pairing is in such a way that adenine always pairs with thymine, the 2 hydrogen bond, and cytosine always pairs with guanine, the 3 hydrogen bond. നെക്സ്റ്റ് ചാഗാഫ് റൂൾ പറയുന്നത്, ഇത് പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ വീഡിയോ ഒരിക്കൽ കൂടി കാണുക. ദിസ് റൂൾ ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്യൂറിൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് പിരമിഡൈൻ. ഇറ്റ് ഈസ് അഡിനിൻ പ്ലസ് ഗ്വാനിൻ ബൈ തൈമിൻ പ്ലസ് സൈറ്റോസിൻ ഈക്വൽ ടു 1. ഇതാണ് 5' എൻഡും 3' എൻഡ്. അതുപോലെ തന്നെ 3' എൻഡ് 5' എൻഡ്. അപ്പോൾ ഇവിടെ റൈബോസ് ഷുഗറിൻ്റെ പൊസിഷൻസ് നിങ്ങൾ നോക്കണം. ഇവിടെ റൈബോസ് ഷുഗർ ഇങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റാൻഡിൽ റൈബോസ് ഷുഗർ
ഈ ഒരു 3' എൻഡ് ഇവിടെയാണ് OH ഗ്രൂപ്പ് വരുന്നത്. അപ്പം ഇവിടെ ഇപ്പം എന്താണ് 5' എൻഡ് ഫോസ്ഫേറ്റ് ആൻഡ് 3' OH ഗ്രൂപ്പ്, 3' OH ഗ്രൂപ്പ്, ഈ രണ്ട് ഗ്രൂപ്പ് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയും 3' എൻഡ് ഫ്രീ ആണ്, അതുപോലെ തന്നെ 5' എൻഡ് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് 5' എൻഡ് ഒരു സ്ട്രാൻഡ് 5' to 3' ആണെങ്കിൽ മറ്റേ സ്ട്രാൻഡ് 3' to 5' എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദിസ് ഈസ് ദ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് ആണ്. ഈ ഒരു 3' എൻഡിലെ കാർബൺ ആറ്റവും 5' എൻഡിലെ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും തമ്മിലാണ് ഇവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ്. പിന്നെ തൈമിൻ pairs with adenine with 2 hydrogen bond and guanine with cytosine with by 3 hydrogen bond. അതുപോലെ തന്നെ ഈ സ്ട്രക്ചറിൽ 5' to 3' and 3' to 5' and ഈ ഒരു സ്ട്രക്ചറിൽ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ടേൺ എന്ന് പറയുന്നത്, അതാണ് ഒരു ടേൺ എന്ന് പറയുന്നത്. ഒരു ടേൺ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് ഒരു ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേണിൽ എത്ര ബേസ് പെയർസ് ഉണ്ടെന്ന് വെച്ചാൽ 10 നൈട്രോജീനിയസ് ബേസസ് ഉണ്ട്. അതായത് ഇവിടെ തൊട്ട് 1 2 3 4 5 6 7 8 9 10 ബേസസ് ഉണ്ട്. ഇതാണ് ഒരു ടേൺ എന്ന് പറയുന്നത്. പലരും ഇത് മാത്രമാണ് ഒരു ടേൺ എന്ന് ചിന്തിക്കും, പക്ഷെ ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് ഒരു ടേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ pitch of the DNA is 3.4 nanometer. 3.4 nanometer. What is the pitch of the DNA? It is 3.4 nanometer or 34 angstrom. ഓപ്ഷനിൽ ഇപ്പം 34 angstrom എന്ന് പറഞ്ഞാലും 3.4 nanometer എന്ന് പറഞ്ഞാലും that is the pitch of the DNA. അതുപോലെ തന്നെ ഈ രണ്ട് ബേസ് പെയർസ് തമ്മിലുള്ള അകലം അതാണ് ഏത് 0.34 നാനോമീറ്റർ. 0.34 നാനോമീറ്റർ എന്ന രണ്ട് ബേസ് പെയർ തമ്മിലുള്ള അകലമാണ്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു DNA സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു മെഷർമെൻ്റ് എല്ലാവരും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.